ആര്യൻകുട്ടിന് വേണ്ടിയുള്ള ഡ്രസ്സും അഥർവിനും മാധവനും എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയ ശേഷമാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത്. ശേഷം അവർ നേരെ പോയത് മാളിലേക്കാണ്. മറ്റൊന്നിനുമല്ല, ആര്യൻകുട്ടിന് അവിടെ കുറച്ച് റൈഡിലൊക്കെ കയറണം. ഇടയ്ക്കിടയ്ക്ക് അഥർവ് അങ്ങനെ കൊണ്ടുപോകാറുള്ളതാണ്. അമ്മേ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? റൈഡിലൊക്കെ കയറി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അഥർവ് പറഞ്ഞു. ശ്രീനന്ദയുടെ മുഖത്തൊരു ചിരിവിടർന്നു. കാര്യം, അവൾക്കേറെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ബീച്ച്. പിന്നെന്താ, ഞങ്ങൾ റെഡി അല്ലേ മോളെ? ഇന്ദിരയാണെങ്കിൽ നന്ദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ബീച്ചിലേക്ക് പോയി. വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ അങ്ങിങ്ങായി എല്ലാ ആളുകളുണ്ട്. കടല് കണ്ടതും ശ്രീനന്ദ ആര്യൻകുട്ടന്റെ കയ്യിൽ പിടിച്ചു. അവനാണെങ്കിൽ നന്ദയുടെ പിടുത്തം പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി. മോനെ സൂക്ഷിച്ച് വീഴല്ലേ! നന്ദ അവന്റെ പിന്നാലെ പാഞ്ഞു. ഏയ് നന്ദ! അഥർവു അവർക്ക് പിന്നാലെ ഓടുന്നുണ്ട്. അവരുടെ ചിരിയും കളിയും കണ്ടുകൊണ്ട് മാധവനും ഇന്ദിരയും ആ മണൽപ്പരപ്പിലിരുന്നു. തിര വരുമ്പോൾ ഓടി അഥർവിനു പിന്നിൽ ഒളിക്കുന്ന ശ്രീനന്ദയെയും അവളെ പിടിക്കാൻ വരുന്ന ആര്യൻകുട്ടിനെയും ഒക്കെ കാണുമ്പോ ഇന്ദിരയ്ക്ക് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു പോയിരുന്നു. എത്ര പെട്ടെന്നാണ് നന്ദ തങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവളായി മാറിയത് എന്ന് അവർ ഒരു വേള ഓർത്തുപോയി. നന്ദ, മതി കേട്ടോ, താൻ ഇപ്പൊ തന്നെ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനിയും നനഞ്ഞാലേ ഞാൻ കാറ് കയറ്റില്ല. അഥർവ് അവസാന ശ്രമം പോലെ അത് പറഞ്ഞതും ശ്രീനന്ദ അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അഥർവ് ഓടി അവൾക്ക് അടുത്തേക്ക് വന്ന് ചെവിയിൽ ചേർത്ത് പിടിച്ചു. വാ, മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ഒരു മുയൽക്കുഞ്ഞിനെ ചെവിയിൽ പിടിച്ച് തൂക്കി എടുത്തുകൊണ്ട് വരുന്നത് പോലെ അഥർവ് അവളെ ഇന്ദിരയ്ക്കും മാധവനും അടുത്തേക്ക് കൊണ്ടുവന്നു. കണ്ടോമേ, ഈ ഏട്ടൻ എന്റെ ചെവി നുള്ളിയെടുത്തു. ശ്രീനന്ദ ഇന്ദിരയുടെ അടുത്ത് പരാതി പറഞ്ഞു. ഇന്ദിര അവരിരുവരെയും മാറി മാറി നോക്കി. ഇതിപ്പോ രണ്ടാളും ആര്യൻകുട്ടിനേക്കാളും ചെറിയ കുട്ടികളായിട്ടുണ്ട്. ഇന്ദിര പറഞ്ഞപ്പോൾ ശ്രീനന്ദയും അഥർവും പരസ്പരം ചമ്മലോടെ നോക്കി. ഒപ്പം സീരിയസ് ആയി എന്തോ ആലോചനയിൽ നിൽക്കുന്ന ആര്യൻകുട്ടിനെയും. മോനെന്താ കാര്യമായിട്ട് ആലോചിക്കുന്നേ? ശ്രീനന്ദ അവനെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അതല്ല ആന്റി, അച്ഛൻ നമുക്ക് ഐസ്ക്രീം വാങ്ങി തന്നില്ലല്ലോ. പെട്ടെന്നുള്ള അവന്റെ ആ സംസാരം കേട്ടതും എല്ലാവർക്കും ഒരുപോലെ ചിരിപൊട്ടിപ്പോയി. കുറച്ചകലെ മാറിക്കണ്ട ഐസ്ക്രീം വണ്ടിക്കടുത്തേക്ക് അഥർവ് നടന്നു. നിങ്ങളെല്ലാരും കൂടി ഇരിക്കേ, ഞാൻ പോയിട്ട് വാങ്ങി വരാം. അവൻ അതും പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവർക്കുള്ള ഐസ്ക്രീം വാങ്ങി വന്നു. അവരഞ്ചുപേരും മണൽപ്പരപ്പിലിരുന്ന് ഓരോരോ വിശേഷങ്ങളും തമാശകളും പറഞ്ഞ് ഐസ്ക്രീം നുണഞ്ഞു. അവരോരോരുത്തർക്കും മനസ്സുകൊണ്ട് സന്തോഷം നൽകിയ ഒരു സായന്തനമായിരുന്നു അത്. അങ്ങകലെ നേർത്തൊരു പൊട്ടുപോലെ സൂര്യൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയതും പതിയെ ഇരുട്ട് പരന്നു തുടങ്ങി. അവരഞ്ചുപേരും പോകാനായി എഴുന്നേറ്റ് കാറിനടുത്തേക്ക് ചെന്നു. അമ്മേ, നമുക്കിന്ന് ഫുഡ് റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ട് പോയല്ലോ? അഥർവ് ചോദിച്ചു. ആര്യൻകുട്ടനാണ് മറുപടി പറഞ്ഞത്. മതി അച്ഛാ, അത് മതി. നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം. പിന്നെ നേരെ അവർ പോയത് നഗരത്തിലെ തന്നെ ഒരു വലിയ റെസ്റ്റോറന്റിലേക്കാണ്. ദേഹം മൊത്തത്തിൽ നനഞ്ഞു കൊഴിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാണ് ശ്രീനന്ദ. ശോ, ഈ കോലത്തിൽ ഞാൻ എങ്ങനെ കയറും? നന്ദ സംശയത്തോടെ ഇന്ദിരയോട് ചോദിച്ചു. അവിടെ ചെല്ലുമ്പോ വെള്ളമൊക്കെ വലിഞ്ഞു പോകും മോളെ. അവര് പറഞ്ഞത് ശരിയായിരുന്നു. അരമണിക്കൂർ കൊണ്ടാണ് അവർ റെസ്റ്റോറന്റിൽ എത്തിയത്. അപ്പോഴേക്കും നന്ദയുടെ ദേഹത്തെ വെള്ളമൊക്കെ വലിഞ്ഞു പോയിരുന്നു. എന്നാലും റെസ്റ്റോറന്റിനുള്ളിലെ തണുപ്പ് കൂടി ആയപ്പോഴേക്കും അവൾക്കൊരു വല്ലായ്മ തോന്നി. അവളുടെ കൂനി കൂടിയുള്ള നിൽപ്പ് അഥർവ് കാണുന്നുണ്ട്. എന്തു പറ്റി? എടോ, വസ്ത്രം മാറണോ? എനിക്ക് തണുക്കുന്നുണ്ടോ? അഥർവ് അവൾക്ക് അടുത്തേക്ക് വന്ന് നിന്ന് ചോദിച്ചു. കുഴപ്പമില്ലേട്ടാ, ദാ തന്റെ ഡ്രസ്സിൽ ഇത്തിരി മണ്ണുണ്ട്, താൻ വാടോ, ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അഥർവ് അത് പറഞ്ഞതും അവൾ നേരെ വാഷ്റൂമിനടുത്തേക്ക് പോയി. ശേഷം അതൊക്കെ കഴുകി തിരിച്ചു വരുമ്പോഴും അഥർവ് അവളെയും കാത്ത് അവിടെ തന്നെയുണ്ട്. അപ്പോഴേക്കും ഇന്ദിരയും മാധവനും ആര്യൻകുട്ടനും ഒരു ടേബിളിൽ ഇരുന്നു. അഥർവ് നന്ദയും അവർക്ക് അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ദാ നിങ്ങൾ ഇനി എന്താ വേണ്ടെന്ന് പറയും. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര മെനു കാർഡ് അവർക്കരികിലേക്ക് കൊടുത്തു. ആലോചനയോടെ അതൊക്കെ നോക്കിയിരിക്കുന്ന ശ്രീനന്ദയോട് അഥർവ് ഓരോന്നും എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിട്ട് വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എത്ര കാര്യമായിട്ടാണ് അവളെ പരിഗണിക്കുന്നത് എന്ന ചിന്തയില് ഇന്ദിരയ്ക്ക് തന്റെ ഉള്ളം വീണ്ടും നിറഞ്ഞു കവിഞ്ഞു. എല്ലാവർക്കും ഉള്ള ഭക്ഷണം ടേബിളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അഥർവ് അത്രയും കാര്യമായി തന്നെ ശ്രീനന്ദയ്ക്ക് സെർവ് ചെയ്യുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ വെള്ളം കുടിച്ചത് അവളുടെ നെറുകയിൽ കയറിയപ്പോൾ അവൻ ശ്രദ്ധയോടെ അവളുടെ നെറുകി തട്ടിക്കൊടുത്തു. അവന്റെ കണ്ണുകള് ആ ഉരുളിൽ മാത്രമായി ചുരുങ്ങിപ്പോയതുപോലെ തോന്നി അവർക്ക് എല്ലാവർക്കും. ആഹാരം കഴിച്ച് അന്ന് അല്പം വൈകിയായിരുന്നു അവർക്ക് വീട്ടിലെത്തിയത്. ബീച്ചിലൊക്കെ പോയി കുറെ നേരം ചാടി മറിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു.
ആര്യൻകുട്ടനും ശ്രീനന്ദയ്ക്കും. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി ബെഡിലേക്ക് കിടന്ന മാത്രമേ തന്നെ അവർ ഉറങ്ങിപ്പോയി. അഥർവിന് അന്നത്തെ ഇന്ത്യൻ ടൈം 10 മണിക്ക് ഒരു US ബേസ്ഡ് കമ്പനിയുമായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിയ സമയമെല്ലാം അഥർവ് അവന്റെ വീട്ടിലെ ഓഫീസ് റൂമിലായിരുന്നു. ഏകദേശം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ 11 മണിയോടടുത്തു. അഥർവ് അകത്തേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച ആര്യനും ശ്രീനന്ദയും പതിവ് പോലെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്നു. രണ്ടുപേർക്കും പുതപ്പൊന്നുമില്ല. എല്ലാം ചവിട്ടി ദൂരെ കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ശ്രീനന്ദ ധരിച്ചിരുന്ന പാവാട അല്പം പൊങ്ങിയാണ് കിടന്നത്. നന്നേ വെളുത്ത് ഒഴിഞ്ഞു കിടന്ന അവളുടെ കാൽപാദം കണ്ടതും അല്പനേരം ആലോചനയോടെ നിന്നു അഥർവ്. അവനൊരു ചിരിയോടെ അവർക്ക് അടുത്തേക്ക് ചെന്നുകൊണ്ട് മെല്ലെ അവളുടെ പാവാട നേരെ ഇട്ട ശേഷം പുതപ്പൊന്ന് കുടഞ്ഞു. അവരിരുവരെയും പുതുപ്പിച്ചു. പിന്നെ ശ്രീനന്ദയുടെ നെറുകയിൽ ഒന്ന് തലോടി. ആര്യന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പതിയെ അവർക്ക് അടുത്തേക്ക് വന്ന് കിടന്നു. അവൻ ആര്യൻകുട്ടനെയും ശ്രീനന്ദയും ചേർത്ത് പിടിച്ചു. പതിയെ മെല്ലെ അവന്റെ കണ്ണുകൾ അടഞ്ഞു. മിഴികൾ ഉറക്കത്തിന് വഴിമാറി. രാവിലെ 7 മണിയായിട്ട് ഉണരാതെ കിടക്കുന്ന രണ്ടുപേരെയും അഥർവ് തന്നെയാണ് തട്ടി വിളിച്ചുണർത്തിയത്. പ്ലീസ് ഏട്ടാ, ഒരു 5 മിനിറ്റ് കൂടി. ശ്രീനന്ദ പെറുപുറത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നതും ആര്യൻകുട്ടനും അച്ഛാ പ്ലീസ് അച്ഛാ, കുറച്ചു നേരം കൂടിയെന്ന് പറഞ്ഞ് മറു സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. അഥർവ് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഇരുവരെയും നോക്കി നിന്നു. അല്പനേരം ശേഷം ആദ്യം ശ്രീനന്ദയെ തന്നെ ഉണർത്തി. കമന്ന് കിടക്കുന്നവളെ അവൻ 2 കൊട്ടൊക്കെ കൊടുത്ത് എണീപ്പിച്ചു. പാതി മയക്കത്തിലാണ് ആളിപ്പോഴും. അല്പം നേരത്തിന് ശേഷം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ. വടി എടുക്കണോ ഞാന്? അവൻ കണ്ണുരുട്ടി. പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. സോറി ഏട്ടാ, നേരെ ഒരുപാടായോ? മുടി മുഴുവനും വാരി ചുറ്റിക്കെട്ടിക്കൊണ്ടവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. 7:30 ആവാൻ പോകുന്നു. യോ ഗുരുവായൂരപ്പാ, ഇത്ര നേരായോ? അവൾ വാഷ്റൂമിലേക്ക് ഓടി. പല്ല് വെച്ച് മുഖം കഴുകിക്കൊണ്ട് വേഗം തന്നെ അവൾ റൂമിലേക്ക് തിരികെ ഇറങ്ങി വന്നു. ആര്യൻകുട്ടനെ ഉണർത്താൻ ശ്രമിക്കുകയാണ് അഥർവ്. അപ്പോഴും ഏട്ടാ, ഞാൻ താഴേക്ക് പോവാണേ, നന്ദ പറഞ്ഞു. എടോ, ഡ്രസ്സ് മാറിയിട്ട് പോയാ മതി. ഇന്ന് എനിക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങണം. ആണോ? എങ്കിൽ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരായേട്ടാ. ആ, പോയി റെഡിയായി വാ, നേരം വൈകി. അവൻ ധൃതി കാട്ടി. നേരം ഇത്രയായിട്ടും താഴേക്ക് ശ്രീനന്ദയെ കാണാതായപ്പോൾ തന്നെ ഇന്ദ്ര മനസ്സിൽ കരുതി മിക്കവാറും ഇന്ന് ലേറ്റായിട്ടാവും അവൾ എഴുന്നേറ്റിട്ടുണ്ടാവൂന്ന്. അവൾക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവർ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴേക്കും തന്നെ ശ്രീനന്ദ യൂണിഫോം ഒക്കെ ഇട്ട് കോളേജിൽ പോകാൻ റെഡിയായി തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അഥർവും ആര്യനെയും ഒരുക്കിക്കൊണ്ട് താഴേക്ക് വന്നു. ഒപ്പം അവനും ഓഫീസിൽ പോകാനുള്ള വേഷത്തിലായിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ പോകാനിറങ്ങി. ശ്രീനന്ദ എന്നത്തെയും പോലെ തന്നെ അഥർവിനൊപ്പമാണ് കോളേജിലേക്ക് പോകുന്നത്. ആര്യൻകുട്ടന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ഇന്ദ്രയോടും മാധവനോടും യാത്ര പറഞ്ഞ് അവരിരുവരും പോയി. അവരുടെ വണ്ടി തങ്ങളുടെ കണ്ണിൽ നിന്ന് അകലുന്നത് നോക്കി ഇന്ദ്രയും മാധവനും ആര്യൻകുട്ടനും ആ ഉമ്മറപ്പടിക്ക് തന്നെ നിന്നു. ഏട്ടാ, ഇന്ന് വൈകുന്നേരം ഏട്ടന് വരാൻ ടൈമുണ്ടോ? നന്ദ അവന്റെ മുഖത്തേക്ക് നോക്കി. വരാ. എന്താ നന്ദ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ വരാടോ. ഇന്നെന്റെ വർക്ക് നേരത്തെ കഴിയും. അവൻ തന്റെ ഇടം കൈ കൊണ്ട് പെണ്ണിന്റെ വലം കൈയിലെ വിരലുകളിൽ തന്റെ വിരൽ കോർത്തു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ നന്ദ ഒന്നും ഞെട്ടി. അവനെ ഒന്ന് പാളി നോക്കിയതും ആ മുഖത്തൊരു പ്രണയഭാവം. നന്ദ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു. പക്ഷെ അഥർവ് അല്പം കൂടി അവളുടെ പിടുത്തം മുറുക്കി. തുടരും.